ഹായ് എവരിവൺ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ വീട് പണിയുമ്പോൾ ഇന്റീരിയറിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ആ ഇന്റീരിയറിന്റെ പല ടൈപ്പ് ഓഫ് ഡിസൈൻ സ്റ്റൈൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ ആം ഡിസൈനർ അമൽ ഫ്രം ലൂവേഴ്സ് ഇന്റീരിയേഴ്സ്. ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ സ്റ്റൈൽസിനെ കുറിച്ചാണ്. അതെന്ന് പറയുമ്പോൾ ക്ലീൻ ലൈൻസസും അതേപോലെ തന്നെ സിമ്പിൾ ഫർണിച്ചേഴ്സും നാച്ചുറൽ കളേഴ്സും ഇതൊക്കെ നമുക്കൊരു എലഗന്റ് ലുക്ക് വരും. അപ്പൊ ആ ഒരു ഫിനിഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആയിരിക്കും വീട് കാണാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ ടൈപ്പ് ആണ്. ട്രഡീഷണൽ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ വീടുകൾ, നാലുകെട്ടുകൾ, മനകൾ, അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ളത്. അത് നമുക്ക് ഇപ്പോഴത്തെ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൽ വുഡൻ നാച്ചുറൽ വുഡ് യൂസ് ചെയ്തിട്ട്, പിന്നെ അതേപോലെ തന്നെ മൊറോക്കൻ ടൈൽസസ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഏരിയാസ് ഒക്കെ നമുക്ക് നല്ലൊരു ക്ലാസി ലുക്കും അതേപോലെ തന്നെ ഒരു ട്രഡീഷണൽ ഫീൽ ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് കണ്ടംപററി ആണ്. കണ്ടംപററി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ മെറ്റീരിയൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട്നെസ് ലുക്ക് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ ലൈറ്റ്സിനെ കുറിച്ചാണ്. മോഡേൺ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം റേഞ്ച്, അതായത് ആ ഒരു ഏരിയ, ഇപ്പൊ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമുക്കൊരു കിച്ചൺ ഏരിയ വരുമ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പ് ഫിനിഷ് ഒരു മാർബിൾ ടൈപ്പും, പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ കബോർഡ്സ് ഒക്കെ ഒരു PU ആൻഡ് വുഡ് ആൻഡ് വിനീർ കോമ്പിനേഷൻ ഒക്കെ ആവും ചേർത്തും ആ ഒരു പ്രീമിയം ലുക്ക് ആയിരിക്കും കാണാനായിട്ട്. അതേപോലെ തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ വരുന്നത്. ഡിസൈനും ഫർണിച്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു എലഗൻസും അതേപോലെ തന്നെ കാണുമ്പോൾ ഒരു റിച്ച് ഫീൽസും ആയിരിക്കും ഉണ്ടാവുക. അടുത്തതായിട്ട് പറയുന്നത് മിനിമിസ്റ്റ് ആണ്. മിനിമം സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ റിനോവേഷൻ സൈറ്റ്സിലൊക്കെയാണ് കൂടുതൽ അത് വരാറ്. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ വീട് പണിയുമ്പോൾ ചെറിയ റൂമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ റൂമിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് ആ റൂമിനെ ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നതിനാണ് നമ്മൾ മിനിമം സ്റ്റൈൽസ് എന്ന് പറയുന്നത്. മിനിമം സ്റ്റൈൽസില് ഇപ്പോ അതിലെ ഓരോരോ കണ്ടന്റ് നമ്മൾ എലഗന്റ് ലുക്കിൽ ചെറിയ കൊണ്ടുവരണം. അതായത് ഇപ്പൊ ഒരു വാർഡ്രോബ് ആയാലും അതല്ലെങ്കിൽ ഒരു കേർട്ടൺ ആയാലും ആ ഒരു ഫുൾ ഹൈറ്റ്സിൽ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ലുക്ക് ഉണ്ടാവും ആ റൂമിന്. അപ്പൊ കുറച്ചുകൂടി സ്പേസ് ആയിട്ട് തോന്നും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലാതെ വേറെയും പല വെറൈറ്റീസ് ഓഫ് ഇന്റീരിയർ സ്റ്റൈൽസ് ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം. താങ്ക് യു.